Good afternoon, everyone. Good afternoon, ma'am. Yeah, good afternoon. Okay. Good afternoon, ma'am. Yeah, good afternoon. Okay, നമ്മള് ലഞ്ച് ഒക്കെ കഴിച്ചോ എല്ലാവരും? Have you lunch? കഴിച്ചോ? നോമ്പാണ് മാം. നോമ്പാവണം. ഓ നോമ്പാണ്. ഓക്കെ ഓക്കെ. ബാക്കി എല്ലാവരും കഴിച്ചോ? ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. എക്സ്പ്രഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഷുഡിങ് ഹാവ് വരെ എഴുതിയത് അല്ലേ? നെക്സ്റ്റ് ചെയ്തുകൊണ്ടോ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഈ മന്ത് കൂടി ഉള്ളോ ക്ലാസ്? പോർഷൻസ് കംപ്ലീറ്റ് ആയോ? ഇല്ല, കുറച്ചും കൂടി ആവാനുണ്ട്. കുറച്ചും കൂടി ഉള്ളു മാം. ഈ മന്ത് ആയിരിക്കാം ആണോ? ഈ മന്ത് കഴിയും. കഴിയും. ഓക്കെ. ചിലപ്പോ സപ്പോസ് അവരുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് അവർക്ക് കൊടുക്കേണ്ടി വരും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോ കൊടുക്കാതിരിക്കാന്ന് വെച്ചാല് അത് പോർഷൻസ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ, കാരണം ഇംഗ്ലീഷ് എക്സാമിന് ഇല്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. പിന്നെ അങ്ങോട്ട് നോട്ട്സ് എഴുതലായിരിക്കും നിങ്ങളുടെ പണി. ഓക്കെ, എഴുതിക്കോളൂ. അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? സീം ടു ഹാവ്. സീം ടു ഹാവ് ആണ്. സീം ടു ഹാവ്. സബ്ജക്റ്റിന് ബേസ് ചെയ്തിട്ട് സീംസ് ആയിട്ട് മാറാം. അറിയാലോ, സിംഗുലർ സബ്ജക്റ്റ് ആവുമ്പോൾ സീംസ് വരും, പ്ലൂറലാണെങ്കിൽ സീം വരും. അപ്പോ സീം ടു ഹാവ് ആണ് സ്ട്രക്ചർ. സബ്ജക്ട് പ്ലസ് സീം ടു ഹാവ് പ്ലസ് VP. സബ്ജക്ട് പ്ലസ് സീം ടു ഹാവ് പ്ലസ് VP. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം എന്നൊരു മീനിങ് ആണ് വരാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. എക്സാമ്പിൾ എഴുതിക്കോ. They seem to have seen us. അവര് നമ്മളെ കണ്ടിട്ടുണ്ടാകാം. They seem to have understood everything. അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകാം. He seems to have gone there. അവനോട് പോയിട്ടുണ്ടാകാം. അപ്പൊ ഈ ഒരു മീനിങ്ങിലാണ് seems to have യൂസ് ചെയ്യാം. So let's make another examples used with this expression. Okay. So examples പറയൂ കേട്ടോ. കുറച്ചെങ്കിലും ഒന്ന് പറയൂ. ബുക്കിൽ എഴുതിയിരിക്കാം. Examples പറയൂ, ടെക്സ്റ്റ് ചെയ്യൂ. She seem അല്ല, seems ആണ് കേട്ടോ. She അല്ല യൂസ് ചെയ്തത്, അപ്പൊ seems പറയണം. She seems to have returned the novel. നോവലിന്റെ സ്പെല്ലിംഗ് എന്താണ്? VEL ആണ്. Okay. She seems to have returned the novel. അവിടെ നോവൽ എഴുതിയിട്ടുണ്ടാകാം. He seems to. Seems ആണ് കേട്ടോ, തെറ്റിക്കല്ലേ. ഈ സിംഗിൾ സബ്ജക്ട് വരുമ്പോ seems ആണ് വരാം. He seems to have worked hard. അവിടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാകാം.
Okay, next അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? should plus subject plus be1. should വെച്ചിട്ടാണേ. should I come tomorrow? ഞാൻ നാളെ വന്നോട്ടെ. ചോദിക്കുന്നതാണ്, ഇതിനെ കുറിച്ച് ചോദിക്കുന്നതാണ് should I come tomorrow? ഞാൻ നാളെ വരട്ടെ. should be informed, നമ്മൾ ഇൻഫോം ചെയ്യട്ടെ. should be informed. should they arrange it? അവർ അറേഞ്ച് ചെയ്യട്ടെ. എല്ലാ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. should go there. should നെ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്ട് വേണം താങ്കള. ഇതാണ് സബ്ജക്ട്. should I invite her? Okay, should I go there? ചോദിക്കാം. Yeah, should I go to home? should I go there? You are correct. Then okay, അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? shall plus I be plus be1. റിക്വസ്റ്റ് ആണ്. shall നമ്മളൊരു അനുവാദം ചോദിക്കുക, പെർമിഷൻ ചോദിക്കുക, ആ ഒരു രീതിയിലാണ് കേട്ടോ. shall മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഐയുടെയും ബിയുടെയും കൂടെയാണ്. അതുകൊണ്ടാണ് സബ്ജക്ട് ഐഡിക്ക് മാത്രം. shall I help you? shall I call you? shall I carry your bag? shall we sit here for a while? shall we eat? Yeah. shall we sit here for a while? shall I call you? shall I help you? shall I carry your bag? ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് മിസ്സിംഗ് ആണ്. Okay. Yeah, shall I meet you? Shall I follow him? Okay. അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? സബ്ജക്ട് പ്ലസ് can have plus p3. അങ്ങനെ ചെയ്തിരിക്കാൻ വഴിയില്ല, ചാൻസ് ഇല്ല. അങ്ങനെ ചെയ്തിരിക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല, വഴിയില്ല, ആ ഒരു മീനിങ്ങിലാണ്. ചെയ്യാതിരിക്കാൻ ചെയ്യാതിരിക്കാൻ. They can have resigned.
They can have started the function. She can have done it. Okay, I can have finished it. Yeah, correct. She can have a mat leave. Yeah. I can have it in the function. Yeah. He can have gone going to school. Okay. Another expression is subject plus need in the have plus V3. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മീനിങ് കേട്ടോ നീഡിന്റെ ഹാവ്. You needn't have paid the money. She needn't have checked everything. Everybody needn't have gone there. Everybody needn't have gone there. അവന് പൈസ പേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്കത് എല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എവരിബഡി എല്ലാവർക്കും എവിടെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഒരു മീനിങ്ങിലാണ് എവരിബഡി ആവുക. You already have called him. Yes. അതാണ് വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. They needed to have surprised him. Yes. Okay. You needn't have worried so much. Yeah.
Okay, next expression is the subject plus could have plus V3. ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ ചെയ്തില്ല എന്നൊരു മീനിങ്ങിലാണ്. ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. I could have gone after all. എനിക്ക് അപ്പോഴും പോകാൻ കഴിയുമായിരുന്നു. കഴിയും എന്നല്ല, കഴിയുമായിരുന്നു. ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്. അപ്പൊ ചെയ്യാമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു എന്നൊരു മീനിങ്ങിലാണ്. അപ്പൊ I could have gone after all. എനിക്ക് അപ്പോഴും പോകാൻ കഴിയുമായിരുന്നു. I could have written the exam. She could have come here. Okay. ഇനി ഇതിന്റെ നെഗറ്റീവ് ആണ് കുഡിന്റെ, ചെയ്യാൻ കഴിയുമായിരുന്നില്ല. തിരിച്ചും പറയാം, I couldn't have gone after all. എനിക്ക് അവരോട് പോകാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ കുഡിക്ക് വെച്ചിട്ട് വഴി പറഞ്ഞോളൂ കേട്ടോ. നെഗറ്റീവ് കുഡിന്റെ. ഓക്കെ, അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. Yeah, couldn't have. We could have met him. Yes, we could have met him. I couldn't have ate the കുഴിമന്തി. ദാ വേണ്ട. I couldn't have ate കുഴിമന്തി. ദാ വേണ്ട കേട്ടോ അവിടെ. I couldn't have ate കുഴിമന്തി. Okay. She could have drawn the picture. Yes. Okay. അപ്പൊ could have, couldn't have മനസ്സിലായി. So next അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ? Subject plus would have plus V3. Subject plus would have plus V3. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എങ്ങനെ ചെയ്യാമായിരുന്നു? എങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ആ ഒരു രീതിയിലാണേ. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. I would have practiced like that. No. വിളിച്ചാരെങ്കിലും തന്നെ. Next example, I would have been a police officer. I would have been a police officer. വേണമെങ്കിൽ police officer ആകാമായിരുന്നു. ആകാമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ബീൻ മതി കേട്ടോ.
പോലീസ് ഓഫീസർ ആകാമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ I would have been a teacher, ടീച്ചർ ആകാമായിരുന്നു. ഓക്കെ, ആ രീതിയിലാണ് would have യൂസ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. wouldn't have വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പറയൂ കേട്ടോ. He would have practiced before speech. Yeah. I would have been a teacher. I would have been a football player. Yes. ബീന് ചേർക്കണ്ട് മാം. ആകാമായിരുന്നു എന്ന് പറയുമ്പോൾ ബീൻ ചേർക്കണം. അത് നൗൺ ആണല്ലോ വന്നിരിക്കുന്നത്, വെർബ് അല്ല. മനസ്സിലായോ? ടീച്ചർ എന്നൊക്കെ പറയുന്നത് നൗൺ അല്ലേ, വെർബ് അല്ലല്ലോ. വെർബ് ആണെങ്കിൽ അവിടെ ബീന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്രാക്ടീസ് വന്നപ്പോ അവിടെ വെർബ് ആയതുകൊണ്ടാണ് അവിടെ ബീൻ വരാഞ്ഞത്. മാത്രം മതി. അപ്പൊ എനിക്ക് ടീച്ചർ ആകാമായിരുന്നു. അപ്പൊ ടീച്ചർ എന്ന് പറയുന്ന വേർഡ് നൗൺ ആണ്. ഫുട്ബോൾ പ്ലെയർ നൗൺ ആണ്. ഓക്കെ, പോലീസ് ഓഫീസർ നൗൺ ആണ്. അതുകൊണ്ടാണ് അവിടെ ബി, ഒരാളെ പറ്റിയാ പറയുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് ടീച്ചർ ആകാമായിരുന്നു എന്ന് പറയുമ്പോൾ I would have been a teacher എന്ന് പറയാം. ഓക്കെ, I would have been a teaching അല്ല, ടീച്ചർ, not teaching. Teaching is a verb. അപ്പൊ I would have teaching എന്ന് പറയേണ്ടി വരും. മനസ്സിലായോ? I would have been വേണ്ട, I would have teaching. എനിക്ക് പഠിപ്പിക്കാമായിരുന്നു, എനിക്ക് വേണമെങ്കിൽ പഠിപ്പിക്കാമായിരുന്നു എന്ന് വരും. I would have teaching for to her എന്തെങ്കിലും വേണ്ടി പറയാം. വേണമെങ്കിൽ അത് പഠിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാമായിരുന്നു പറയാം. I would have teaching English എന്ന് പറയാം. എനിക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാമായിരുന്നു. ടീച്ചിങ് വരില്ല മാഡം? ടീച്ചിങ് വരും, പക്ഷെ ബീനിന്റെ ആവശ്യമില്ല. I would have teaching എന്ന് പറയണം, ബീൻ വേണ്ട. ബീൻ വരുന്നത് നൗണിന്റെ കൂടെയാണ്. ടീച്ചർ എന്നാണെങ്കിൽ അവിടെ ബീൻ വേണം. എനിക്ക് ടീച്ചർ ആകാമായിരുന്നു എന്ന് പറയുമ്പോ I would have been a teacher എന്ന് പറയണം. വെർബാണെങ്കിൽ I would have teaching എന്ന് പറയാം. I would have written, എഴുതാമായിരുന്നു. അതുമല്ല I would have teaching എന്ന് വരില്ല, ing ഫോം വേണ്ടല്ലോ. ഹാവിന് ശേഷം നമുക്ക് വേണ്ടത് V3 ഫോം ആണ്. അപ്പൊ ടീച്ചിന്റെ V3 ഫോം എടുക്കണം, പവർ വരും. I would have government employee. I would have been a government employee എന്ന് പറയണം. I would have been a government employee. അതാണ് കറക്റ്റ്. ഓക്കെ, എക്സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ടോ? I would have been a better student. Yes, correct ആണ്. നെക്സ്റ്റ്, അടുത്തൊരു എക്സ്പ്രഷൻ ഇതാ. Subject plus feel like plus verb plus ing. Yeah, പഠിപ്പിക്കാൻ കറക്റ്റ് ആണ്. I would have written. Yes, വേണമെങ്കിൽ എഴുതാമായിരുന്നു.
കറക്റ്റ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് ആണെന്ന്. I would have been a good wife. Yeah, okay. ഗുഡ് വൈഫ് ആകാമായിരുന്നു എന്നാണ് വരാം. ഓക്കെ, അടുത്തത് സബ്ജക്ട് പ്ലസ് ഫീൽ ലൈക്ക് പ്ലസ് വോ പ്ലസ് ing. അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു ഒരു മീനിങ്ങിലാണ്. അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു. എങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ പറയില്ലേ. ഐ ഫീൽ ലൈക്ക് ഡാൻസിങ്, ഡാൻസ് കളിച്ച കൊള്ളാമെന്നുണ്ട്. I feel like dancing. I feel like singing. അതിനോട് എന്തും പറയാലോ, സിമ്പിൾ അല്ലേ. ബാക്കി എക്സാമ്പിൾസ് നിങ്ങൾ പറയട്ടോ. I feel like sleeping and playing. Yes. Okay. I feel like gardening. Yes. Yeah. Okay. അടുത്തൊരു എക്സ്പ്രഷൻ സബ്ജക്ട് പ്ലസ് റിമെമ്പർ പ്ലസ് verb പ്ലസ് ing. Yeah, I feel like സോങ് അല്ല പ്രവിത, ഐ ഫീൽ ലൈക്ക് സിംഗിങ് വേണം. സിംഗിങ് ing ഫോം ആണ് കേട്ടോ. ടെമ്പററി ആണത്, അത് ഇതിന്റെ ഏറ്റവും കൂടുതൽ തോന്നലാണ്. മനസ്സിലായോ? അപ്പൊ ഐ ഫീൽ ലൈക്ക് സിംഗിങ്. അടുത്തൊരു എക്സ്പ്രഷൻ സബ്ജക്ട് പ്ലസ് റിമെമ്പർ പ്ലസ് verb പ്ലസ് ing. അങ്ങനെ ചെയ്തായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ ഓർമ്മയുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോന്നല്ല, ഓർക്കുന്നു എന്നാണ് ചോദ്യമല്ല. ഓർക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്തായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ ഓർക്കുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഓർക്കുന്നു. ഓക്കെ, I remember seeing you somewhere. നിന്നെ എവിടെയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. I remember hearing this song once. പാട്ട് ഒരിക്കൽ കേട്ടതായി ഞാൻ ഓർക്കുന്നു. നെഗറ്റീവ് നമുക്ക് പറയാം കേട്ടോ. I don't remember staying with him. I don't remember staying with him. കൂടെ നിന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഓർക്കുന്നില്ല. അപ്പോ പോസിറ്റീവ് പറയാം, നമുക്ക് നെഗറ്റീവ് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? എക്സാമ്പിൾസ് പറയൂ, റിമെമ്പർ വെച്ചിട്ട്. You remember that I was playing golf. Yes. I remember you playing cricket. Okay. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ എപ്പോഴും ഡെയിലി സെന്റൻസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഡെയിലി സെന്റൻസ് അതെവിടെ വരെ എഴുതിയെന്ന് പറയാമോ ആരെങ്കിലും? ഭയങ്കര ഡെയിലി സെന്റൻസ് എവിടെ വരെ എഴുതിയെന്ന് പറയോ?
ടൈഗറാ കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? മാം ഐ തിങ്ക് ഞാൻ ലാസ്റ്റ് എഴുതിയത് വിയർ ഓർ വോൺ അങ്ങനെയാണ്. ഏതാണ്? വിയർ കേട്ടില്ല. വിയർ വീപ്പ് വിയർ W. അത് അത് P1 P2 P3 ഫോമൽ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡെയിലി സെന്റൻസ് ആണ്. അതായത് ഇപ്പോ നമ്മുടെ what's the matter, that's correct, I was talking to your friend, what's about a cup of tea, എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഡെയിലി സെന്റൻസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. എഴുതിയിട്ടില്ലല്ലോ. V1 V2 V3 ഫോമും എക്സ്പ്രഷൻ എഴുതിയിട്ടുള്ളൂ. അത് എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഓക്കെ, ഡെയിലി സെന്റൻസ് ഹെഡിങ് കൊടുക്കാം, എഴുതിക്കോളൂ. എഴുതിക്കോളൂ ഓരോന്ന്. What's the matter? ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും എഴുതണം. ഓക്കെ, ഫോക്കസ് ഞാൻ പറഞ്ഞുതരാം. What's the matter? I don't know. മീനിങ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ മീനിങ് പറഞ്ഞുതരാം. What's your program? Let's go. Try your best. What can I do for you? What can I do for you? Question ആണ്, question mark. Forget it. We went together. I was talking to your friend. What exactly troubles you? I'm afraid, I don't know. Is it true? That's unbelievable. I was flabbergasted. I have got to meet a friend on the way. I'm going to go. Respect your elders. We went there yesterday. Nobody is perfect. Perfect yourself.
I'm going home. I don't think so. No, I'm not coming. I will do it. What's your expectation? What about a cup of tea? I appreciate your presentation. Do your homework. I hope I can. Okay, എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ മലയാളം പറയാം. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കഴിയും പറയൂ. കഴിഞ്ഞോ? Yes, ma'am. യെസ്. അപ്പൊ മലയാളം എഴുതിക്കോളൂ കേട്ടോ. അറിയാലോ വാട്സ് എ മാച്ചർ? എന്താണ് വാട്സ് എ മാച്ചർ? എന്താണ് കാര്യം? എന്താണ് അറിയാം എന്നാലും എഴുതിക്കോളൂ. ഓക്കെ, വാട്സ് എ മാച്ചർ? എന്താണ് കാര്യം? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നല്ല എഴുതുക. കാരണം ഇത് നമ്മൾ ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മലയാളം പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മലയാളത്തിന് പകരം അവിടെ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയാണ് നോട്ട്ബുക്കിൽ എഴുതാൻ പറയുന്നത്. എഴുതിയാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ മൈൻഡിൽ വരുള്ളൂ.
ഓക്കെ അപ്പൊ വാട്സ് മാറ്റർ എന്താണ് കാര്യം? ഐ ഡോണ്ട് നോ എനിക്കറിയില്ല. എനിക്കറിയില്ല. വാട്സ് യുവർ പ്രോഗ്രാം എന്താണ് നിന്റെ പരിപാടി? വാട്സ് യുവർ പ്രോഗ്രാം എന്താണ് നിന്റെ പരിപാടി? ലെറ്റ്സ് ഗോ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ലെറ്റസ് ഇന്റെ ഫുൾ ഷോർട്ട് ഫോം ആണ് കേട്ടോ. ലെറ്റസ് ആണ് അതിന്റെ ഫുൾ ഫോം. ലെറ്റ് അസ് നമുക്ക് പോകാം. അസ് എന്ന് പറയുന്നത് നമുക്കാണ്. അപ്പൊ ലെറ്റസ് ഗോ. അപ്പൊ പറഞ്ഞ് അത് ഷോർട്ട് ആയി. ലെറ്റ്സ് ഗോ എന്നായി. ഓക്കെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണേ. അപ്പൊ ലെറ്റ്സ് ഗോ എന്ന് പറയുന്നത് നമുക്ക് പോകാം എന്നാണ്. ട്രൈ യുവർ ബെസ്റ്റ് നിന്റെ പരമാവധി ശ്രമിക്കൂ. ട്രൈ യുവർ ബെസ്റ്റ് നിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കൂ എന്നാണ് ആ ഒരു വേർഡ് സെന്റൻസിന്റെ മീനിങ് വരുന്നത്. ട്രൈ യുവർ ബെസ്റ്റ്. What can I do for you? അതിനൊക്കെ വേണ്ടി എന്താ ചെയ്യണ്ടേ? What can I do for you? What can I do for you? എന്നതിനൊക്കെ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ചെയ്തു തരേണ്ടത് എന്നൊക്കെ ചോദിക്കാം. Forget it. മറന്നേക്കൂ. അത് മറന്നേക്കൂ. അത് മറന്നു കളയൂ എന്നും പറയും. അത് മറന്നു കളയൂ. Forget it. We went together. We went together. We went together. ഞങ്ങൾ ഒരുമിച്ച് പോയി. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് എന്ന് പറയാം. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. We went together. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. I was talking to your friend. ഞാൻ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്റെ ഫ്രണ്ടിനോടാണെങ്കിലോ I was talking to my friend എന്ന് പറയും. ഓക്കെ അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was talking to your friend. Okay, next what exactly troubles you? What exactly troubles you? ശരിക്കും നിനക്ക് എന്താണ് ബുദ്ധിമുട്ടിക്കുന്നത്? എന്താണ് ട്രബിൾ ചെയ്യുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. What exactly troubles you? എന്താണ് ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നത്? Okay. I'm afraid. I don't know. I'm afraid. I don't know. അയ്യോ എനിക്കറിയില്ല. അയ്യോ എന്നൊരു മീനിങ്ങിനാണ് അവിടെ I'm afraid കൊടുത്തിരിക്കുന്നത് കേട്ടോ. I'm afraid. I don't know. അയ്യോ എനിക്കറിയില്ല. I'm afraid. I don't know. Is it true? ശരിയാണോ? അത് ശരിയാണോ? Is it true? ഇത് ശരിയാണോ? Is it true? That's unbelievable. എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. That's unbelievable. എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല, കഴിയുന്നില്ല. I was flabbergasted. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. I was flabbergasted. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. I have gone to meet a friend on the way. I have gone to meet a friend on the way. I have gone to meet a friend on the way. I have got to go. എനിക്ക് പോകേണ്ടതുണ്ട്. I have got to go. എനിക്ക് പോകേണ്ടതുണ്ട്. I have got to go. Respect your elders. മുതിർന്നവരെ ബഹുമാനിക്കൂ. Respect your elders. മുതിർന്നവരെ ബഹുമാനിക്കൂ. We went there yesterday. ഞങ്ങൾ ഇന്നലെ അവിടെ പോയിരുന്നു. We went there yesterday. ഞങ്ങൾ അവിടെ ഇന്നലെ പോയിരുന്നു. Nobody perfect. ആരും perfect അല്ല. ആരും പരിപൂർണനല്ല. Okay, nobody is perfect. Then perfect yourself. അതിൽ നീ നന്നാവൂ. Perfect ആവൂ. Perfect yourself. I'm going home. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. I don't think so. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. I don't think so. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല.
I don't think so. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. No, I'm not coming. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല, ഞാൻ വരുന്നില്ല. I will do it. ഞാനത് ചെയ്യും. I will do it. ഞാൻ അത് ചെയ്യും. What's your expectation? നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? What's your expectation? നീ എന്താണ് പ്രതീക്ഷിക്കുന്നത്? What about a cup of tea? ചായ ആയാലോ? What about a cup of tea? I appreciate your presentation. ഞാൻ നിന്റെ പ്രസന്റേഷനെ അഭിനന്ദിക്കുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. I appreciate your presentation. Do your homework. Homework ചെയ്യുന്നു. നിന്റെ homework ചെയ്യുന്നു. Do your homework. Then I hope I can. എനിക്ക് തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു മീനിങ്ങിലാണ് വരാം. Okay, is it clear for you? Clear ആണോ? Not complete ആണോ? Yes. Miss, I have got to meet a friend on the way എന്ന് പറയോ? പോകുന്ന വഴിക്ക് എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിനെ കാണേണ്ടതുണ്ട്. പോകുന്ന വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കാണേണ്ടതുണ്ട്, മീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാനും ഡെയിലി സെന്റൻസ് നോട്ട്ബുക്കിൽ എഴുതിരിക്കാൻ വേണ്ടി മാത്രം തരുന്നല്ല കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡേ ടു ലൈഫിൽ ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ യൂസ് ചെയ്താണ് നമ്മൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കാൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കാണുമ്പോ ഓക്കെ ഇതെല്ലാം എനിക്ക് അറിയാം മിസ് എന്ന് തോന്നുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയാണ് തരുന്നത്. മിസ്സേ, I have got to go. I have got to go. എനിക്ക് പോകേണ്ടതുണ്ട്. എനിക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, ഇതേപോലെ ഒരുപാട് എക്സ്പ്രഷൻ ഡെയിലി സെന്റൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ ഡെയിലി സെന്റൻസ് ആയിട്ട് എടുക്കുക. എല്ലാം മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. വായിച്ച് നോക്കാം ഡെയിലി. അങ്ങനെ റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. മുതിർന്നവരെ ബഹുമാനിക്കൂ. എന്താ? മുതിർന്നവരെ ബഹുമാനിക്കുക. റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും മീനിങ് കിട്ടാത്തുണ്ടോ? ചോദിക്കൂ. ഇല്ല? ഓക്കെ. What Nobody can is I do perfect. for you? Nobody is perfect. ആരും പെർഫെക്റ്റ് അല്ല, ആരും പരിപൂർണല്ല. പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. Nobody is perfect. ഓക്കെ, ഷൈനി എന്താ ചോദിച്ചേ? What can I do for you? ഓക്കെ, what can I do for you? ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടേ? നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? What can I do for you? നെക്സ്റ്റ് ഡൗട്ട് ഉണ്ടോ? All clear? Okay, so keep practicing. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ലൗഡ്ലി പ്രാക്ടീസ് ചെയ്യുക, സൗണ്ട്ലി പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവുള്ളൂ കേട്ടോ. പ്രാക്ടീസ് ചെയ്യാട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ടുഡേസ് ക്ലാസ്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഫൈൻഡ് അപ്പ് ചെയ്യാം. Okay, ma'am. Okay, so thank you so much. Thank you. See you on the next class. Bye bye.